ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു 10K എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയത്. മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ നമ്പറൊന്നുമല്ല, പക്ഷെ എന്നെ വെച്ച് നോക്കുമ്പം ഇത് വലിയ നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് കുൾഫിയും കൂടി ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വരുന്ന റെസിപ്പി ബ്രെഡ് കുൾഫിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗെറ്റ് നോ മീ വീഡിയോയുടെ കാര്യം ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഭാവിയിൽ ഞാനും ഈ ചാനലും ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, പിന്നെ വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ കമൻറ്റ്സ് തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കൂല. നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് മാത്രമേ എനിക്ക് വരാറുള്ളൂ. അങ്ങനെ മാത്രം പറയുന്നില്ല, നെഗറ്റീവും വരാറുണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും നല്ല നല്ല കമൻറ്റ്സും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് റെസിപ്പീസൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓഗസ്റ്റ് 1 ആ സമയത്തൊക്കെ നാട്ടിലേക്ക് പോക്കായി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക എൻ്റെ ഉമ്മക്ക് അടുത്തുള്ള സമയത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നല്ലൊരു മധുരമാണ്, കുൽഫി വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ബ്രെഡ് കുൽഫി എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ റെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കുൽഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. 2 കപ്പ്, ഒരു കപ്പ് 250 ml നിങ്ങൾക്കറിയാലോ. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml പാലുണ്ടാവും. ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 5-6 സ്ട്രാങ് സാഫ്രോൺ ആഡ് ചെയ്യുന്നുണ്ട്. കുങ്കുമപ്പൂവ് ചേർത്താൽ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കിയേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പാല് തിളച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. പാല് വറ്റിച്ചെടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കുൽഫി നല്ല ക്രീമായിട്ട് കിട്ടുള്ളൂ. പാലിവിടെ റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുൽഫിക്ക് ആവശ്യമുള്ള ബ്രെഡ് റെഡിയാക്കി എടുക്കണം. ഞാൻ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1/2 ലിറ്റർ പാലിന് നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് മതി. കൂടുതലായി ഈ ബ്രെഡിൻ്റെ ഈ അരുഭാഗം കളഞ്ഞിട്ട് സാധാരണ നമ്മൾ പൊടിക്കുന്ന ജാറിലൊന്ന് പൊടിച്ച് വെക്കണം. ആഡ് ചെയ്യാനായിട്ടില്ല, അത് മാറ്റി വെച്ചോളൂ. ഇപ്പോൾ പാല് നമുക്ക് ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യണം. ഫ്ലെയിം കൂടണ്ട, പൊന്തി മറിയാൻ ചാൻസ് ഉണ്ട്. 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചിട്ടുള്ള അളവ് 1/2 കപ്പാണ്. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് ബ്രെഡ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കുൽഫി ഒന്നും കൂടെ നല്ല ക്രീമിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാല് ഏകദേശം അതിൻ്റെ പകുതി ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലോർ പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ആ കോൺഫ്ലോർ പൊടി നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തുണ്ടാവും. ഇപ്പോൾ ആ പാല് നന്നായിട്ട് തിളച്ച് കോൺഫ്ലോർ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. നല്ല ക്രീമി ആയിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ കുൽഫിയിൽ കൂടുതൽ ഞാൻ ഫ്ലേവർ കൊടുക്കുന്നത് പിസ്തൻ്റെ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്തക്ക് പകരം വേറെന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബദാമൊക്കെ പൊടിച്ച് ചേർക്കാം. പക്ഷെ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ടേസ്റ്റിൽ. ഇപ്പം നമ്മുടെ പാല് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ എടുത്ത പാലിൻ്റെ നേരെ പകുതിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഇത് തിളച്ച് വറ്റിയിട്ട് അങ്ങനെ ആവണം. അങ്ങനെ ആയാൽ മാത്രമേ നമ്മളെ കുൽഫി വിചാരിച്ച പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത പിസ്തയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സ് നല്ല കട്ടിയായിട്ടും പോയിട്ടില്ല, കൂടുതൽ ലൂസായിട്ടും പോയിട്ടില്ല. ഇതുപോലെ വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി.
കൂടുതൽ ബ്രെഡും പൊടിയൊക്കെ കൂടിപ്പോയാൽ ഇത് നല്ല കട്ടിയായിട്ട് പോകും. പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷൻ നമ്മളെ കുൾഫിയിൽ ഉണ്ടാവില്ല. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു തമിഴ് വ്ളോഗിൽ നിന്നാണ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ബ്രെഡ് കൂടും അല്ലെങ്കിൽ കോൺഫ്ലോർ കൂടി കൂടും. അങ്ങനെ എപ്പോഴും ഫ്ലോപ്പാകലാണ് ഈ റെസിപ്പി. പിന്നെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കിയിട്ട് കഴിക്കും, വേസ്റ്റ് ആക്കൂല എന്തായാലും. അങ്ങനെ ഈ ഒരു അളവിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കുൾഫിയുടെ ടേസ്റ്റും ആ കുൾഫിയുടെ ടെക്സ്ചറൊക്കെ കിട്ടിയത്. നമ്മുടെ മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കിനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പോപ്സിക്കൽ മോൾഡ് ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാം. ഇത് നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് കിട്ടൂലേ, ഇതിലും സെറ്റ് ചെയ്യാം. ഇതിൽ സെറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സെറ്റായതിന് ശേഷം നമുക്ക് ഒരാളെ മുന്നിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സും ഉണ്ടാവും, അതിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് രണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലെല്ലാത്തിലും നമുക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിൽ ചെയ്തിട്ട് 8 കുൾഫിയാണ് എനിക്ക് കിട്ടിയത്. പോപ്സിക്കൽ മോൾഡിൽ 6ഉം 2 ഗ്ലാസും. ഇതിൻ്റെ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫോയിൽ പേപ്പറോ പ്ലാസ്റ്റിക് റാപ്പോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് കവർ ചെയ്യാം. ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റിക്ക് ഇറക്കി കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ ഈ ഗ്ലാസ് മുറിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതായിട്ടുണ്ട്. നമുക്കിതൊരു മിനിമം 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ 10K കുൾഫി 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താക്കണം, ആ മോൾഡിൽ നിന്ന് പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിൽ കുറച്ച് ലൈറ്റ് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്നെടുത്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഹോട്ട് ബാത്ത് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഇത് സുഖമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോമ്പല്ലേ, അതുകൊണ്ട് ഞാനിത് ആ മോൾഡിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ്. ഞാൻ ആ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഗ്ലാസ് ഒന്ന് കട്ട് ചെയ്യണം. ഇത് ഞാൻ ഇതുപോലെ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ് ഞാൻ ഒഴിവാക്കിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്റ്റിക്ക് ഇട്ടിട്ടും അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ രണ്ടും ഞാൻ ഗ്ലാസ്സിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്ലൈസ് ചെയ്യാൻ പോവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പിസ്ത ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങളെ മനോധർമ്മത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇടയ്ക്ക് ദമ്പായിപ്പോയി. ഇന്ന് എൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇടുകയാണ്. ഇതാണ് നമ്മുടെ 10K കുൾഫി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നല്ല താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.